ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 മിൽമയുടെ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തിയിലേക്കുള്ള പരീക്ഷയുടെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് നിങ്ങൾ കാണുക. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാൽ പാസ്ചറൈസേഷന് സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാൽ പാസ്ചറൈസേഷന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ, PHE, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? സെൻട്രിഫ്യൂജ്, ക്രീം സെപ്പറേറ്റർ. സെൻട്രിഫ്യൂജ് അല്ലെങ്കിൽ ക്രീം സെപ്പറേറ്റർ ആണ്. പാലിന്റെ കൊഴുപ്പ് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് സെൻട്രിഫ്യൂജ് അല്ലെങ്കിൽ ക്രീം സെപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന്റെ ഘടന ഏകീകൃതമാക്കുന്നതിനും കൊഴുപ്പ് കണങ്ങളെ ചെറുതാക്കുന്നതിനും ഉപയോഗിക്കുന്നത്. പാലിന്റെ ഘടന ഏകീകൃതമാക്കുന്നതിനും കൊഴുപ്പ് കണങ്ങളെ ചെറുതാക്കുന്നതിനും ഉപയോഗിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഹോമോജനൈസർ. ഹോമോജനൈസർ ആണ് കറക്റ്റ് ആൻസർ. പാലിന്റെ ഘടന ഏകീകൃതമാക്കുന്നതിനും കൊഴുപ്പ് കണങ്ങളെ ചെറുതാക്കുന്നതിനും ഉപയോഗിക്കുന്നത് എന്താണ്? ഹോമോജനൈസർ. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ലാക്ടോമീറ്റർ ആണ് അല്ലെ? ലാക്ടോമീറ്റർ. പാൽ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ തണുപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം. പാല് തണുപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? മിൽക്ക് കൂളർ അല്ലെങ്കിൽ ചില്ലർ ആണ് അല്ലെ? പാൽ തണുപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മിൽക്ക് കൂളർ അല്ലെങ്കിൽ ചില്ലർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡയറിയിൽ പാൽ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഡയറിയിലൊക്കെ പാല് അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ക്ലോറിൻ സംയുക്തങ്ങളാണ് അല്ലെ? ഡയറിയിലൊക്കെ പാല് അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ക്ലോറിൻ സംയുക്തങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ സംഭരണ ടാങ്കുകളില് പാൽ കട്ട പിടിക്കാതെ ഇളക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഈ പാലിന്റെ സംഭരണ ടാങ്കുകളിലൊക്കെ പാലൊക്കെ കട്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? സ്റ്റിറർ. സ്റ്റിറർ എന്നാണ് അതിന്റെ പേര്. പാൽ സംഭരണ ടാങ്കുകളിൽ പാൽ കട്ടപിടിക്കാതെ ഇളക്കി വെക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? സ്റ്റിറർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന്റെ അസിഡിറ്റി അളക്കുന്ന പരീക്ഷണത്തിന് പറയുന്ന പേര്. പാലിന്റെ അസിഡിറ്റി അളക്കുന്ന പരീക്ഷണത്തിന് പറയുന്ന പേര്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? ടൈറ്ററബിൾ അസിഡിറ്റി ടെസ്റ്റ് അല്ലെ? പാലിന്റെ അസിഡിറ്റി അളക്കുന്ന പരീക്ഷണത്തിന് പറയുന്ന പേരാണ് ടൈറ്ററബിൾ അസിഡിറ്റി ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പാൽപ്പൊടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. പാൽപ്പൊടികള് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? സ്പ്രേ ഡ്രയർ. സ്പ്രേ ഡ്രയർ ആണ് പാൽപ്പൊടികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം. പാൽപ്പൊടികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണമാണ് സ്പ്രേ ഡ്രയർ. അടുത്ത ക്വസ്റ്റ്യൻ. പാൽ പാക്കറ്റുകൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രം. പാൽ പാക്കറ്റുകൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? പോളിത്തീൻ സീലിയാണ് കറക്റ്റ് ആൻസർ. പാൽ പാക്കറ്റുകൾ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് പോളിത്തീൻ സീലി. അടുത്ത ക്വസ്റ്റ്യൻ. പാലിന്റെ സാന്ദ്രതയും അതിൽ ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിന്റെ സാന്ദ്രതയും
അതിൽ ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവും ഒക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. തൈര് ഉണ്ടാക്കുന്നതിന് പാൽ നിശ്ചിത താപനിലയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? തൈര് ഉണ്ടാക്കുന്നതിന് പാല് നിശ്ചിത താപനിലയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ ആണ് തൈര് ഉണ്ടാക്കുന്നതിന് പാൽ നിശ്ചിത താപനിലയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഉപകരണം. ഇൻക്യുബേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിലെ കൊഴുപ്പിന്റെ ഒക്കെ അളവ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമുണ്ട്. അത് ഏത് ഉപകരണമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഉപകരണമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ബുട്ടിറോമീറ്റർ. ബുട്ടിറോമീറ്റർ. പാലിലെ കൊഴുപ്പിന്റെ അളവ് നിർണ്ണയിക്കാൻ പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബുട്ടിറോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാൽപ്പൊടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനം. പാൽപ്പൊടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ്? പാൽപ്പൊടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനം ഏതാണ്? ഇവാപ്പറേറ്റർ ആൻഡ് സ്പ്രേ ഡ്രയർ. ഇവാപ്പറേറ്റർ ആൻഡ് സ്പ്രേ ഡ്രയർ ആണ് പാൽപ്പൊടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷനിൽ പാൽ ചൂടാക്കുന്ന താപനിലയും സമയവും എത്ര? എത്ര പേർക്കറിയാം ഈ ചോദ്യത്തിന് ഉത്തരം? ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷനിൽ പാൽ ചൂടാക്കുന്ന താപനിലയും സമയവും എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് ആണ്. 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് ആണ് ഹൈ ടെമ്പറേച്ചറിൽ ഷോർട്ട് ടൈം പാസ്ചറൈസേഷനിൽ പാൽ ചൂടാക്കുന്ന താപനിലയും സമയവും. എത്രയാണ്? 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡയറി പ്ലാന്റിലെ യന്ത്രഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. ഡയറി പ്ലാന്റിലെ യന്ത്രഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, CIP സിസ്റ്റം ആണ് അല്ലെ. CIP സിസ്റ്റം. ഡയറി പ്ലാന്റിലെ യന്ത്രഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് CIP സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. പാലിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിനുള്ള MBRT ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ലായനി. MBRT ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന ലായനി എന്താണ് എന്ന് പലർക്കും അറിയാൻ സാധിക്കില്ല അല്ലെ. പാലിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യമൊക്കെ പരിശോധിക്കുന്നതിനുള്ള MBRT ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ലായനി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ലായനി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ് ആൻസർ. മെത്തിലീൻ ബ്ലൂ ആണല്ലേ. മെത്തിലീൻ ബ്ലൂ ആണ് പാലിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം പരിശോധിക്കുന്ന MBRT ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ലായനി. ഏതാണ്? മെത്തിലീൻ ബ്ലൂ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഉപകരണത്തിന്റെ പേരെന്ത്? പാലിലെ കൊഴുപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഉപകരണത്തിന്റെ പേരെന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ക്രീം സെപ്പറേറ്റർ ആണ് അല്ലെ. പാലിലെ കൊഴുപ്പ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഉപകരണത്തിന്റെ പേരെന്താണ്? ക്രീം സെപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിൽ അന്നജത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന പരിശോധന ഏതാണ്? പാലില് അന്നജത്തിന്റെ സാന്നിധ്യം ഒക്കെ കണ്ടെത്താൻ നടത്തുന്ന പരിശോധന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, അയഡിൻ ടെസ്റ്റ് ആണല്ലേ. അയഡിൻ ടെസ്റ്റ് ആണ് പാലിൽ അന്നജത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന പരിശോധന, അയഡിൻ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ എൻസൈം പ്രവർത്തനം നിർവീര്യമാക്കാൻ ഉന്നത നിലവാരത്തിലുള്ള താപനില ഉപയോഗിക്കുന്ന രീതി. പാലിലെ എൻസൈം പ്രവർത്തനം നിർവീര്യമാക്കാൻ ഉന്നത നിലവാരത്തിലുള്ള താപനില ഉപയോഗിക്കുന്ന രീതി. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, UHT. പാലിലെ എൻസൈം പ്രവർത്തനം നിർവീര്യമാക്കാൻ ഉന്നത നിലവാരത്തിലുള്ള താപനില ഉപയോഗിക്കുന്ന രീതിയാണ് UHT. അടുത്ത ക്വസ്റ്റ്യൻ. ഐസ്ക്രീം റിസേഴ്സിലേക്ക് വായു കടത്തിവിട്ട് അതിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു? ഐസ്ക്രീം മിശ്രിതത്തിലേക്ക് വായു ഒക്കെ കടത്തിവിട്ട് അതിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയെ എന്തു വിളിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓവർ റണ്ണ്. ഐസ്ക്രീം പുസ്തകത്തിലേക്ക് വായു കടത്തിവിട്ട് അതിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ എന്ത് വിളിക്കുന്നു? ഓവർ റണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ. പാസ്ചറൈസേഷൻ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന എൻസൈം ഏതാണ്? പാസ്ചറൈസേഷൻ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന എൻസൈം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. ഫോസ്ഫേറ്റ്സ് ആണല്ലേ, ഫോസ്ഫേറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലെ കൊഴുപ്പിന്റെ അളവ് കൃത്യമായി നിലനിർത്തുന്ന പ്രക്രിയ ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണം. പാലിലെ കൊഴുപ്പിന്റെ അളവ് കൃത്യമായിട്ട് നിലനിർത്തുന്ന പ്രക്രിയ ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. സ്റ്റാൻഡർഡൈസർ ആണ് അല്ലേ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിലേക്ക് വിറ്റാമിനുകളും ധാതുക്കളും അധികമായി ചേർക്കുന്ന രീതിക്ക് പറയുന്ന പേര്. പാലിലേക്ക് വിറ്റാമിനുകളും ധാതുക്കളും അധികമായി ചേർക്കുന്ന രീതിക്ക് പറയുന്ന പേര്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഫോർട്ടിഫിക്കേഷൻ ആണ് അല്ലേ. പാലിലേക്ക് വിറ്റാമിനുകളും ധാതുക്കളും അധികമായി ചേർക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.